ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ എത്തുന്ന സമയത്ത് അദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ച നടത്താനായിട്ട് നമ്മുടെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരുണ്ടല്ലോ അതിന്റെ തലവൻ കെയർടേക്കർ നമ്മുടെ മുഹമ്മദ് യൂനിസ് ഒരു ശ്രമം നടത്തി അദ്ദേഹത്തെ മോദിയെ കാണുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ മോദി സർക്കാർ പറഞ്ഞത് അവിടെ തെരഞ്ഞെടുപ്പിലൂടെ ഒരു പ്രധാനമന്ത്രി വരട്ടെ എന്നിട്ടാവാം ചർച്ച എന്നാണ്. ഇതിപ്പോ സത്യമാണോ എന്ന് 100% നമുക്ക് ഉറപ്പില്ല. ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യം. അതെന്തോ ആകട്ടെ, പക്ഷേ മോദി കണ്ടില്ല എങ്കിലും നമ്മുടെ മുഹമ്മദ് യൂനിസിനെ കാത്ത് അവിടെ മറ്റൊരാൾ നിൽപ്പുണ്ടായിരുന്നു, നമ്മുടെ സാക്ഷാൽ ബൈഡൻ. ഇന്ത്യയുമായിട്ട് ചില കരാറുകളൊക്കെ ഉണ്ടാക്കി ഇന്ത്യ US ബന്ധമൊക്കെ ശക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ US അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ അവരുടെ പണിയും ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ മുഹമ്മദ് യൂനിസിനെ കാത്തുനിന്ന് നമ്മുടെ ബൈഡൻ യൂനിസിനെ കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പോ വൈറലായിട്ടുണ്ട്. അപ്പോ സംഗതി എന്താന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. US തന്നെയാണ് ബംഗ്ലാദേശിലെ അട്ടിമറിയുടെ പിന്നിൽ കളിച്ച പ്രധാന ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ USന്റെ ഇൻവോൾവ്മെന്റ് തെളിയിക്കാൻ ഈ ചിത്രങ്ങൾ തന്നെ ധാരാളമാണ്. കാരണം ഷെയ്ഖ് ഹസീന സർക്കാരുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം US ഉണ്ടായിരുന്നില്ല. ഇടക്കാല ബംഗ്ലാദേശ് സർക്കാരിന് എല്ലാ സപ്പോർട്ടും US വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. സോ USന്റെ പിന്തുണ ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു നീക്കം ബംഗ്ലാദേശിൽ ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ അവിടെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭമായിക്കോട്ടെ, ഷെയ്ഖ് ഹസീനയുടെ പുറത്തുപോകലായിക്കോട്ടെ, ഇതിന്റെ എല്ലാം പിന്നിൽ കളിച്ചത് അമേരിക്കയും CIA ആണെന്ന് തെളിയുകയാണ് ഈ ചിത്രങ്ങളിലൂടെ തന്നെ. അവരുടെ ഒരു കെമിസ്ട്രി നോക്കൂ, എത്ര മനോഹരമാണ്. ഇവര് ഒന്നിച്ച് സ്കൂളിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച കുട്ടികളെ പോലെ, സുഹൃത്തുക്കളെ പോലെ ഉണ്ട്. സോ അത്രയും അടുപ്പമുണ്ട്. ഈ ഒരു അടുപ്പം നമുക്ക് ഒരുപക്ഷെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ബൈഡനും കൂടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റില്ല. ചിലപ്പോൾ മോദിയും ബൈഡനും കൂടെ നമുക്ക് നിൽക്കുമ്പോൾ കാണാൻ പറ്റും. കാരണം അവർ പലതവണ കണ്ടിട്ടുണ്ട്, ഒരുപാട് വേദികളിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മുടെ ഒബാമ ഭരണകൂടത്തിന്റെ സമയത്ത് മോദി അധികാരത്തിൽ 2014 വരുമ്പോൾ അന്ന് ജോ ബൈഡനും മോഡിയും തമ്മിൽ പലതവണ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. അദ്ദേഹം അന്ന് വൈസ് പ്രസിഡന്റ് ആണ്. സോ അങ്ങനെയൊക്കെ അറിയാം. അതിനുശേഷം ബൈഡൻ പ്രസിഡന്റ് ആയിട്ട് വരുന്നു, അപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. സോ ആ ബന്ധമുണ്ട്, കുറെ തവണ കണ്ട ബന്ധമുണ്ട്. എന്നാൽ ഇവിടെ മുഹമ്മദ് യൂനിസും ബൈഡനെയും കണ്ടാൽ ഒന്നിച്ചൊരു പായിലുണ്ടുറങ്ങി വളർന്ന രണ്ട് ചങ്ങാതിമാരെ പോലെയുണ്ട്. നല്ല കാര്യം. പക്ഷെ ഇത് സൂചിപ്പിക്കുന്നത് ബംഗ്ലാദേശിൽ അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് തന്നെയാണ്. അതായത് നമ്മുടെ ഡിപ്ലോമാറ്റ്, വെസ്റ്റേൺ മാധ്യമങ്ങളുടെ കൂട്ടത്തിലെ പ്രമുഖർ എന്നറിയപ്പെടുന്ന ഡിപ്ലോമാറ്റ് ഒരു ലേഖനം മുമ്പ് എഴുതിയത് ഞാൻ മുമ്പൊരു വീഡിയോയ്ക്കകത്തും സൂചിപ്പിച്ചിരുന്നു. ആ ലേഖനത്തിൽ ഡിപ്ലോമാറ്റ് അന്ന് പറഞ്ഞത്, അതായത് ഇന്ത്യയുടെ ഒരു വെസൽ സ്റ്റേറ്റ് ആണ് ഇപ്പോ നമ്മുടെ ബംഗ്ലാദേശ് എന്നാണ്. അതായത് 2014 തോന്നുന്നു, 14 16 ഈ ലേഖനം എഴുതുന്നത്. അപ്പൊ അന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ഒരു സാമന്ത രാജ്യമായിട്ട് മാറുകയാണ് ബംഗ്ലാദേശ്. സാർക്കിനെയൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. സോവിയറ്റ് യൂണിയൻ വർക്ക് ചെയ്തത് പോലെ, അതായത് USSR വർക്ക് ചെയ്തത് പോലെയാണ് കാര്യങ്ങൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇന്ത്യ ഡോമിനേറ്റ് ചെയ്യുന്നു, അടുത്തുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ USSR മോഡലിൽ ഇന്ത്യയുടെ സാമന്ത രാജ്യങ്ങളായിട്ട് നിൽക്കുന്നു. ഇന്ത്യയാണ് ഡിസിഷൻ മേക്കർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. സോ 2016 അത് എഴുതുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഇവര് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന സർക്കാരിനെ എത്രത്തോളം ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നീട് ഇങ്ങോട്ട് അമേരിക്ക ബംഗ്ലാദേശ് ബന്ധം വഷളാവുന്നതാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധം വളരെ മോശമായി എന്ന് തുറന്നു പറയുകയുണ്ടായി നമ്മുടെ ഷെയ്ഖ് ഹസീന തന്നെ. അമേരിക്കയിൽ നിന്ന് ചിലർ തന്നെ സമീപിച്ചുവെന്നും ഒരു ഐലൻഡ് ആവശ്യപ്പെട്ടുവെന്നും അത് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുവെന്നും അത് നൽകുകയാണെങ്കിൽ അവിടെ സമാധാനപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പറഞ്ഞുവെന്നും ഒക്കെ പറഞ്ഞിട്ട് അവിടെ USന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് ഷെയ്ഖ് ഹസീന സർക്കാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ആരും ചെവിക്കൊണ്ടില്ല. ഇപ്പൊ എന്ത് പറ്റി? ബംഗ്ലാദേശിലെ ആന്റി ഇന്ത്യ മൂവ്മെന്റ് നടക്കുകയാണ്. ഈ ബംഗ്ലാദേശി മണ്ടന്മാര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇന്ത്യ അവരെ എന്തോ അങ്ങ് ചെയ്യുമെന്നാണ്. യഥാർത്ഥത്തില് ഇവരിപ്പോ ഇന്ത്യ ഒരു പ്രശ്നക്കാരനായിട്ട് കാണുന്നു എന്ന് തന്നെ കരുതുക. അങ്ങനെ അവർ കാണുകയാണെങ്കിൽ ബംഗ്ലാദേശികൾ ഇപ്പൊ ഇന്ത്യ ഒരു വലിയേട്ടനാണ്, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തെ ഇന്റേണൽ പൊളിറ്റിക്സിൽ ഇടപെടുന്ന ഒരാളാണ് എന്നൊക്കെ അവർ ഇന്ത്യയെ കാണുകയാണെങ്കിൽ അവരൊക്കെ ഇന്ത്യ ഒരു വേട്ടക്കാരനായിട്ട് കാണുന്നു എന്ന് കരുതുക. ഇന്ത്യ ഒരു പുലി, ഇന്ത്യ ഒരു സാധാരണ ഒരു പുലിയാണ്, വേട്ടക്കാരനാണ്. ബംഗ്ലാദേശിലെ പാവപ്പെട്ട മനുഷ്യരെ വേട്ടയാടുന്ന ഒരു പുലിയാണ് ഇന്ത്യ. പക്ഷേ ഇവരെന്നിട്ട് ആ പുലിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് നേരെ കൊണ്ടിപ്പോ തല കൊണ്ടുവച്ചിരിക്കുന്നത് കഴുതപ്പുലിയുടെ അടുത്താണ്. ഈ കഴുതപ്പുലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പുലിയാണെങ്കിൽ ഇരയെ കഴുത്തിന് പിടിച്ച് അതിനെ പതിയെ കൊന്നാണ് സാധാരണ തിന്നുന്നത്. അതിന്റെ ഒരു ശൈലി അങ്ങനെയാണ്. കഴുതപ്പുലി അങ്ങനെയൊന്നുമല്ല. കൂട്ടമായിട്ട് വന്നിട്ട് 4 സൈഡിൽ നിന്നും ജീവനോടെ തന്നെ അതിനെ
കടിച്ചു പറിച്ച് തിന്നുന്ന പരിപാടിയാണ്. ഇഞ്ചിഞ്ചായിട്ട് കൊന്നളയും. അതായത് ഇന്ത്യയുടെ അടുത്ത് നിന്ന് ഓടിച്ചെന്ന് കയറി കൊടുത്തിരിക്കുന്നത് അമേരിക്കയുടെ അടുത്താണെന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. സത്യത്തിൽ ഇന്ത്യ എക്കാലവും ബംഗ്ലാദേശിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഒരുപക്ഷെ നേരത്തെ ഡിപ്ലോമാറ്റ് ആരോപിച്ചതുപോലെ ഒരു USSR മോഡൽ അല്ലെങ്കിൽ കൂടി ആ രീതിയിൽ തീർച്ചയായും ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിനെ പോലെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അത് സത്യമാണ്. അത് നേപ്പാളിനെ ആണെങ്കിലും ഭൂട്ടാനെ ആണെങ്കിലും ബംഗ്ലാദേശിലെ ആണെങ്കിലും ശ്രീലങ്ക ആണെങ്കിലും ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിനെ പോലെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ബജറ്റ് അവതരണം നടക്കുമ്പോൾ പോലും ഈ രാജ്യങ്ങൾക്ക് ചില സൗജന്യങ്ങളോ അല്ലെങ്കിൽ സഹായങ്ങളോ ഒക്കെ അതിനകത്ത് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഇവർക്കൊരു ആവശ്യം വന്നാൽ, അവര് എന്തൊരു പ്രശ്നം വന്നാലും, ഒരു പ്രകൃതി ദുരന്തമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രതിസന്ധി ആയിക്കോട്ടെ, ആദ്യം ഓടിയെത്തുന്ന ഇന്ത്യയാണ്. കാരണം ഇന്ത്യ അങ്ങനെയാണ് ഈ രാജ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. മാലിദ്വീപിനെയൊക്കെ ഒരു ഘട്ടത്തിൽ വലിയ അട്ടിമറി നടക്കാൻ പോയ സമയത്ത് പോലും മാലി ഭരണകൂടം തന്നെ ഇല്ലാതാകുന്ന ഘട്ടത്തിൽ സഹായിച്ചത് ഇന്ത്യയാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ ചരിത്രം ഇന്ത്യക്കുണ്ട്. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തിനെ പിണക്കിയിട്ട് ഇവർ ചെന്ന് കയറി കൊടുത്തിരിക്കുന്ന അമേരിക്ക എന്ന് പറയുന്നത് ശരിക്കും കാലന്റെ വായിൽ പോയി കയറിയതുപോലെയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അവിടെ ഇപ്പോഴും ആന്റി ഇന്ത്യ മൂവ്മെന്റ് നടക്കുകയാണ്. കാരണം എന്താണ്? മോദി ഹിന്ദുത്വവാദി, ഇന്ത്യ ഹിന്ദുത്വ രാജ്യമാക്കാൻ നോക്കുന്നു, ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് പ്രശ്നങ്ങൾ നടക്കുന്നു. പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ചില പ്രശ്നങ്ങളുണ്ട്, അത് നമ്മൾ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും ചില പ്രശ്നങ്ങളുണ്ട്, അതിനൊക്കെ ശാശ്വത പരിഹാരങ്ങളും വേണം. പക്ഷേ ഇങ്ങനെ ഊതി വീർപ്പിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഇല്ല. അപ്പൊ ഇന്ത്യ വലിയൊരു രാജ്യമാണ്. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. വ്യത്യസ്തമായ സംസ്കാരങ്ങൾ, കൾച്ചറുകൾ, ഗോത്രങ്ങൾ, മതം തന്നെ വേണമെന്നില്ലല്ലോ ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടാവാൻ. ഇപ്പോൾ തമിഴും ഹിന്ദിയും അത് ഭാഷയുടെ പേരിലുള്ള പ്രശ്നമാണ്. ഇപ്പോഴും അത് നടക്കുന്നുണ്ട് പലയിടത്തും. മണിപ്പൂരിൽ നടക്കുന്നത് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ പലയിടത്തും നടക്കുന്നത് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. കേരളത്തിൽ ഒരു കാലത്ത് രാഷ്ട്രീയമായ പ്രശ്നങ്ങളാണ് നടന്നത്. പ്രത്യയശാസ്ത്രങ്ങളുടെ പേരിൽ ഇവിടെ കൊലപാതകങ്ങൾ സ്ഥിരമല്ലായിരുന്നു, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള കൊലപാതകങ്ങൾ. അതുപോലെ മതവും പലയിടങ്ങളിലും പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നത് സത്യമാണ്. അതിനപ്പുറം ഈ പറഞ്ഞു പെരുപ്പിക്കുന്നത് പോലെയൊന്നും ഇന്ത്യയിലില്ല. പക്ഷെ ഇവര് ഇപ്പൊ ബംഗ്ലാദേശികളും ഇന്ത്യയെ കാണുന്നത് അങ്ങനെ ഒരു രീതിയിലാണ്. ബംഗ്ലാദേശിലുള്ളതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഇന്ത്യയാണ് ബംഗ്ലാദേശികൾ ശത്രുവായിട്ട് കണ്ടിട്ട്, ഞാൻ എല്ലാവരെയും ഒന്നും പറയുന്നില്ല, കുറെ ബംഗ്ലാദേശികൾ ശത്രുവായിട്ട് കണ്ടിട്ട് അമേരിക്കയുടെ അവിടേക്ക് പോയി കയറിയിരിക്കുന്നത്. സോ ഇനി ഇതിനകത്ത് ഇന്ത്യക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ എന്ന് ചോദിച്ചാൽ താൽക്കാലികമായ ചില നഷ്ടങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സൽപ്പേര് ഒന്ന് കളങ്കപ്പെട്ടു. അതായത് ബംഗ്ലാദേശിന് ഇന്ത്യയോട് ഉണ്ടായിരുന്ന പൊതുവെ പലർക്കും അമർഷമുണ്ടെങ്കിലും അത് പുറത്ത് പറയാതിരുന്നു. മാത്രമല്ല സപ്പോർട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. ആ സപ്പോർട്ട് ഇല്ലാതാക്കാൻ ഇന്ന് നല്ല ശ്രമം അവിടെ നടക്കുന്നുണ്ട്. ബംഗ്ലാദേശികൾക്കിടയിൽ നിന്ന് ഇന്ത്യ അകറ്റുക. രണ്ടാമത്, കുറെ നാളായിട്ട് പുറത്ത് പറയാതെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നവര് ഇന്ന് ഇന്ത്യക്കെതിരെ പുറത്തു പറയാൻ തുടങ്ങി. അപ്പോൾ വർഗീയവാദികളും തീവ്രവാദികളും അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധരും ആന്റി ഇന്ത്യൻസും ഒക്കെ ഇന്ന് ഇന്ത്യക്കെതിരെ പരസ്യമായി തന്നെ അവിടെ ആന്റി ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമാവുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് തൽക്കാലം ബംഗ്ലാദേശിൽ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. പക്ഷെ ഇന്ത്യക്ക് ഇതുകൊണ്ടൊന്നും നഷ്ടപ്പെടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതില് വലിയ നഷ്ടങ്ങൾ ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ബംഗ്ലാദേശിനായിരിക്കും. താൽക്കാലികമായ ചില സഹായങ്ങളൊക്കെ ചിലപ്പോൾ ബംഗ്ലാദേശിന് അമേരിക്ക കൊടുക്കുമായിരിക്കാം. ഭാവിയിൽ തീർച്ചയായിട്ടും അമേരിക്ക അവരുടെ സ്വാധീനം അവിടെ നിലനിർത്താനും ശ്രമിക്കും. പക്ഷെ ചൈനയെ അവര് തീർച്ചയായിട്ടും ബംഗ്ലാദേശിൽ നിന്ന് അകറ്റി നിർത്തും. തൽക്കാലത്തേക്ക് അത് ഇന്ത്യക്ക് ഗുണകരമാണ്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് US-ഉമായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ വലിയ വിഷയങ്ങളൊന്നുമില്ല. നാളെ ഉണ്ടാകാനും സാധ്യതയില്ല. ഇന്ത്യയും US-ഉം തമ്മിൽ അങ്ങനെ അതിർത്തി തർക്കങ്ങളില്ല, അല്ലെങ്കിൽ ചൈനയുമായിട്ടുള്ളത് പോലുള്ള പ്രശ്നങ്ങളില്ല. മാത്രമല്ല ഒരുപക്ഷെ ഭാവിയിൽ സ്പേസ് രംഗത്തടക്കമൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ തമ്മിലൊരു യുദ്ധമൊന്നും നാളെ ഉണ്ടാവാനൊന്നും പോകുന്നില്ല. അപ്പോൾ അമേരിക്ക അവരുടെ ഭയം കൊണ്ടാണ് ഈ ബംഗ്ലാദേശിനെ പിടിമുറുക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ അവർ കയറി പറ്റിയാൽ അവർക്ക് ഇന്ത്യയും നിരീക്ഷിക്കാം, ചൈനയും നിരീക്ഷിക്കാം. ഇന്ത്യ അവർക്കെതിരെ പോകാതിരിക്കാനായിട്ട് അവർക്ക് ശ്രമിക്കാം, അവര് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കാം. എങ്ങാനും പോയാൽ ഇന്ത്യയെ ബംഗ്ലാദേശിൽ നിന്നുകൊണ്ട് നേരിടാമെന്നൊക്കെ ഉള്ളതാണ് അമേരിക്കയുടെ കാഴ്ചപ്പാടെന്ന് തോന്നുന്നു. പക്ഷെ അത് എന്ത് തന്നെയാണെങ്കിലും ഇന്ത്യ US-നെതിരെ എന്നല്ല ഒരു രാജ്യത്തിനെതിരെയും പോകാൻ തൽക്കാലമെങ്കിലും ശ്രമിക്കുന്നില്ല. ഇനി അഥവാ ഇന്ത്യ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും രാജ്യങ്ങൾക്കെതിരെ പോകാൻ പോകുന്നുവെങ്കിൽ അത് മിക്കവാറും പാകിസ്ഥാനും ചൈനയ്ക്കും എതിരെ തന്നെ ആയിരിക്കും. അത് അതിർത്തി തർക്കങ്ങളുടെ പേരിലാണ്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ അങ്ങനെ അതിർത്തി തർക്കമൊന്നുമില്ല. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ചെയ്ത ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്ന് ഈ അതിർത്തി തർക്കം പരിഹരിക്കുക എന്നതാണ്. അത് എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലും ഉണ്ടായിരുന്നു അതിർത്തി തർക്കം, പക്ഷേ മോദി ഗവൺമെന്റ് അത് പരിഹരിച്ചു. അപ്പൊ അവിടെ നമുക്ക് ആ പ്രശ്നങ്ങളൊന്നുമില്ല. ബംഗ്ലാദേശിലെ പോപ്പുലേഷൻ ഭയങ്കരമാണ്, 10-17-18 കോടി ജനങ്ങളുണ്ട്. അപ്പൊ മാത്രമല്ല ചിലപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാവുകയാണെങ്കിൽ ഇന്ത്യ മിക്കവാറും ഇന്ത്യയിൽ നിന്നുള്ള ബംഗ്ലാദേശികളെ കൂടി അങ്ങോട്ട് പറഞ്ഞു വിടും, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഇന്ത്യയിൽ കുറെ പേര് വന്ന് കിടപ്പുണ്ടല്ലോ, അവരെയും കൂടെ പറഞ്ഞു വിടും. അതും ബംഗ്ലാദേശിനും ദോഷമായി തീരുകയുള്ളൂ. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബംഗ്ലാദേശിൽ ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ഇന്ത്യയെ തകർക്കാൻ ആ സർക്കാരിനെ ഉപയോഗിച്ച് അമേരിക്ക തൽക്കാലമെങ്കിലും ശ്രമിക്കില്ല. കാരണം ഇന്ത്യ ഇപ്പോൾ അമേരിക്കയ്ക്കും ആവശ്യമാണ്. അതുകൊണ്ടാണ് അമേരിക്ക വൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ നടത്തുന്നത്.
അമേരിക്ക ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരുതലായിട്ടാണ് ബംഗ്ലാദേശിനെ കാണുന്നത്. ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇന്ത്യ അടിക്കണമെന്നുണ്ടെങ്കിൽ ഈവൻ പാകിസ്ഥാനെ ഉപയോഗിച്ച് വേണമെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. പാക് മിലിറ്ററിയിൽ അവർക്ക് സ്വാധീനമൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ഉദ്ദേശം അതല്ല. ബംഗാൾ ഉൾക്കടലിൽ അവർക്കൊരു സ്വാധീനം വേണം. അതോടൊപ്പം തന്നെ ഭാവിയിൽ അവർക്ക് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു പൊസിഷൻ വേണം. അവർക്ക് അവിടെ അങ്ങനെ ഒരു പൊസിഷൻ ഇല്ല. മ്യാൻമാറിലും ഇതുവരെ ഇല്ല, ഈ പറയുന്ന ബംഗ്ലാദേശിലും ഇല്ല. അപ്പൊ ഈ ബംഗ്ലാദേശിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയെടുക്കാനാണ് US ശ്രമിക്കുന്നത്. സോ ഇത് വ്യക്തമാണ്. ഇന്ത്യക്ക് ഇപ്പോൾ ഇതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടില്ല. ഇന്ത്യക്ക് ബംഗ്ലാദേശിലുള്ള സ്വാധീനം കുറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് തിരിച്ചു പിടിക്കാനേ നമുക്ക് ഭാവിയിൽ കഴിയും. അതിന് ഇതേ അമേരിക്ക തന്നെ കാരണമാവും. കാരണം അമേരിക്ക അവരുടെ ഇന്റേണൽ പൊളിറ്റിക്സിൽ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചൈന അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ഘട്ടം വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആ സൽപ്പേര് വീണ്ടെടുക്കാനും ഒരുപക്ഷെ നമ്മുടെ സ്വാധീനം തിരിച്ചു പിടിക്കാനും കഴിയും. ഇപ്പോഴും നമ്മൾ പൂർണ്ണമായും സ്വാധീനമില്ലാതായിട്ടില്ല. അവാമി ലീഗ് ഇന്ത്യക്കൊപ്പം കട്ടയ്ക്കുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബംഗ്ലാദേശിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അവാമി ലീഗ്. അവര് ഇപ്പോഴത്തെ തീവ്രവാദികളെ പോലെ അങ്ങനെ അക്രമാസക്തരായിട്ടുള്ള ഒരു സമൂഹമല്ല. വളരെ സാമാന്യം സമാധാനത്തോടെ ജീവിക്കുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരിതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഭാവിയിൽ അവർ തെരഞ്ഞെടുപ്പിലൂടെ അവരുടെ ആ ഒരു ഇന്ത്യക്കുള്ള സപ്പോർട്ട് അവർ തീർച്ചയായിട്ടും നൽകും. അവാമി ലീഗ് തന്നെയാണ് ഇന്ത്യയുടെ പിടിവള്ളി ബംഗ്ലാദേശിൽ. അപ്പോൾ ഇപ്പോഴത്തെ പ്രതിസന്ധികളെയൊക്കെ ഇന്ത്യ അതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇതിനോടകം തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പൊ US ഇപ്പോൾ അവിടെ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ തൽക്കാലം സത്യത്തിൽ ഇന്ത്യക്ക് ഗുണമാണ്. ബംഗ്ലാദേശികളുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കാൻ പറ്റി ഇന്ത്യ ചിലപ്പോൾ ഇതിൽ നിന്ന് പല അഡ്വാൻറ്റേജും എടുക്കും. ഈ പറയുന്ന ഇന്ത്യയിലുള്ള ബംഗ്ലാദേശികളെ അടക്കം തിരിച്ചയക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു സാഹചര്യം ചിലപ്പോൾ ഉപയോഗപ്പെടുത്താം. പിന്നെ ചൈനയ്ക്ക് അവിടെ വന്ന് കൂടുതൽ കളിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാവും. ചൈന ബംഗ്ലാദേശിൽ പിടിമുറുക്കാൻ ശ്രമിച്ചിരുന്നു. അതിനെന്തായാലും തൽക്കാലം പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പൊ എന്തായാലും ഇതിനിടയിൽ അമേരിക്ക അവരുടെ സ്വാധീനം അവിടെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയെ കരുവാക്കി എന്നുള്ളതാണ് അമേരിക്ക ചെയ്തൊരു അന്യായ ചെയ്ത്ത്. കാരണം അവിടെ ആന്റി ഇന്ത്യ മൂവ്മെന്റ് എന്തായാലും ഉണ്ടാവും. കാരണം അവർക്ക് അവിടെ ഉള്ള കുറെ പേർക്ക് ഇന്ത്യ ഇഷ്ടമല്ല. ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വരിക കൂടി ചെയ്തപ്പോൾ അത് ഇന്ത്യക്കെതിരെ തിരികുകയും ചെയ്തു. അവാമി ലീഗിനെയും ഷെയ്ഖ് ഹസീനയും കൈവിടാൻ ഇന്ത്യക്കും പറ്റില്ല. ഇന്ത്യയാണ് എക്കാലവും അവരെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. അത് തുടരുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഒരു തിക്തഫലം നമുക്ക് തൽക്കാലം കിട്ടും. പക്ഷേ ആത്യന്തികമായിട്ട് ഇന്ത്യക്കെതിരെ തിരിഞ്ഞ സകല ബംഗ്ലാദേശികളും തിരിച്ചറിയാൻ പോകുന്നത് അവർ കൊണ്ടുവന്ന് തല വെച്ചു കൊടുത്തിരിക്കുന്നത് ചെകുത്താന്റെ വായിലാണ്. അത് വൈകാതെ അവർക്ക് മനസ്സിലാവും. US അവരെ കാർന്ന് തിന്നുമ്പോഴേ അവരത് തിരിച്ചറിയൂ. പക്ഷെ അപ്പോഴും അവിടെ പണി കിട്ടുന്ന വേറൊരാളുണ്ട്, അത് ചൈനയാണ്. ചൈനയുടെ സ്വാധീനം അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിൽ കുറയുകയും ചെയ്യും. അപ്പൊ തൽക്കാലം എങ്ങനെയൊക്കെ കൂട്ടിയും കുറച്ചുമൊക്കെ നോക്കിയാലും നമുക്ക് വലിയ പരിക്കില്ലാതെ പോകാൻ പറ്റും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. US കളിക്കട്ടെ, ചൈനയും കളിക്കട്ടെ, നമുക്ക് തൽക്കാലം വേണ്ടത് രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്സ് ആണ്. അമേരിക്കയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ പരമാവധി കൊണ്ടുവരിക. US-നെ ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ എത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ വിജയിച്ചു. പിന്നെ ഇന്ത്യ ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യാതിരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ട് US ആയിരിക്കും. കാരണം അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ കിടക്കുകയാണ്. അതിന് ഡാമേജ് വന്നാൽ നഷ്ടം അവർക്കാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. സോ തീർച്ചയായിട്ടും നമുക്ക് US-ഉമായിട്ട് ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകാം. അവരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തി നമുക്കൊരു സൈഡിൽ കൂടെ മുമ്പോട്ട് പോകാം. ബാക്കിയുള്ള വിഷയങ്ങളിൽ ഇന്ത്യ തീർച്ചയായിട്ടും തന്ത്രപരമായ സമയങ്ങളിൽ ഇടപെടേണ്ട സമയത്ത് ഇടപെടും. ഇപ്പോൾ ഇന്ത്യക്കെതിരെ തിരിയുന്നവരൊക്കെ നാളെ പശ്ചാത്തപിക്കുകയും അലറിക്കരയുകയും ചെയ്യുന്ന ഒരു ദിവസവും വരും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.